ഇസ്ലാമിക കുടിയേറ്റക്കാർ അഭയം നൽകുന്ന കയ്യിൽ തന്നെ തിരിഞ്ഞുകുത്തുന്നവർ. ഇസ്ലാമിക പണ്ഡിതന്റെ വാക്കുകൾ ഏറ്റെടുത്ത് പൊതുസമൂഹം. മാനവിക മൂല്യങ്ങൾക്കും സാഹോദര്യത്തിനും എക്കാലത്തും വില കൽപ്പിച്ചിരുന്ന ഫ്രാൻസ് എന്ന പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രം ഇപ്പോൾ തീവ്രവാദികളുടെ ആക്രമണത്താൽ കത്തിയമരുന്ന ദാരുണ കാഴ്ചകളാണ് ലോകം കാണുന്നത്. ഇൻഷുറൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്തതിനും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചതിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും അത് വിറ്റതിനും പ്രതിയായ നിയമലംഘനത്തിന്റെ കറുത്ത ചരിത്രമുള്ള ആഭ്യന്തര നോട്ടപ്പുള്ളിയായ അൾജീരിയൻ അഭയാർത്ഥിയായി ഫ്രാൻസിലെത്തിയ ഒരാളെ മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ വെടിവെച്ച് കൊന്നതിനാണ് അഭയാർത്ഥികളുടെ ഭാവത്തിലെത്തിയ ഒരു പറ്റം ഇസ്ലാമിക തീവ്രവാദികൾ ഫ്രാൻസിനെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കുടിയേറ്റക്കാർക്ക് അഭയം നൽകുന്നത് ആപൽക്കരമാണെന്നും അവർ തിരിഞ്ഞുകടിക്കുമെന്നും കുറച്ചുനാളുകൾക്ക് മുൻപ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ മൗലാന മുഹമ്മദ് തൗഹീദി അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അച്ചട്ടായതായി ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ പലരും പങ്കുവയ്ക്കുകയാണ്. മതമൗലികവാദികളായ അഭയാർത്ഥികളുടെ തനിനിറം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സാമ്പത്തിക ശേഷിയുള്ള ഒരു ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത്. എന്നാൽ യൂറോപ്പ് ഇസ്ലാമിക തീവ്രവാദികളെ ഉദാരമായ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ടാണ് അവർ തങ്ങളുടെ തനിനിറം കാട്ടി അഭയം കൊടുത്ത കൈകൾക്കിട്ട് തിരിഞ്ഞുകുത്തുന്നത്. തൗഹീദിയുടെ വാക്കുകൾക്ക് ഈ സാഹചര്യത്തിൽ പ്രസക്തി ഏറുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പോലുള്ള സംഘടനകൾക്ക് ഒരു ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രവർത്തിക്കാൻ അനുവാദം കിട്ടാതിരിക്കുമ്പോൾ ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ പതാക പാറിപ്പറക്കുകയാണെന്നും എന്നാൽ അവരുടെ ലക്ഷ്യം അഭയം തന്നവരുടെ രക്തം ചീന്തുകയും അവരെ തിരിച്ചുകടിക്കുകയും ചെയ്യുന്നതാണെന്ന സത്യം ആരും തിരിച്ചറിയുന്നില്ലെന്നും ഇതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെന്നും അത് അനുവദിക്കുകയോ അതിനെ മഹത്വപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാകുമെന്നും അത് നിഷേധിക്കപ്പെടുമ്പോൾ കലാപം ഉണ്ടാകുമെന്നും മുഹമ്മദ് തൗഹീദി പറയുന്നു. മുഹമ്മദ് തൗഹീദിയുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യൂറോപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ച് ഇപ്പോൾ കത്തുന്ന ഫ്രാൻസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. അരനൂറ്റാണ്ടിനിടയിൽ 500-ലധികം പേർ ഫ്രാൻസിൽ വിവിധ തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്ക്. 2015 നവംബറിലായിരുന്നു ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം. ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലെ വിവിധ ഭാഗങ്ങളിലെ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, സ്റ്റേഡിയം, തിയേറ്റർ തുടങ്ങി 6 സ്ഥലങ്ങളിൽ നടന്ന സമാനതകളില്ലാത്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 150ഓളം പേരായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. നാടകശാലയിലും സംഗീത പരിപാടികളിലും അടക്കം 6 സ്ഥലങ്ങളിലായിരുന്നു തീവ്രവാദ ആക്രമണം. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം പാരീസിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഭീകരന്മാർ സ്ഫോടനം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെ 80,000 കാണികൾ ഉണ്ടായിരുന്നു. അതേ വർഷം തന്നെ മുഹമ്മദ് നബിയുടെ വിവാദ കാർട്ടൂണുകൾ പുനഃപ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് ഷാർലോ എബ്ദോ മാസിക ഓഫീസിനു നേരെ തോക്കുധാരികളായ തീവ്രവാദികൾ വെടിയുതിർത്തപ്പോൾ 8 കാർട്ടൂണിസ്റ്റുകൾ ഉൾപ്പെടെ 17 പേരാണ് കൊല്ലപ്പെട്ടത്. 2016 ജൂലൈയിൽ ദേശീയ ദിനാഘോഷത്തിനിടെ തെക്കൻ ഫ്രഞ്ച് നഗരമായ നീസിൽ ഒരു ഭീകരൻ ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഇടിച്ചുകയറ്റി കൊലപ്പെടുത്തിയത് 80 പേരെയായിരുന്നു. 100 കണക്കിന് ആളുകൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രവാചകന്റെ കാർട്ടൂൺ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഫ്രാൻസിൽ അധ്യാപകന്റെ കഴുത്തറുത്തതും വലിയ വാർത്തയായിരുന്നു. ബസിലിക്ക പള്ളിയിൽ 3 പേരെയാണ് അന്ന് ആ ഭീകരൻ വധിച്ചത്. ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ സംരക്ഷകർ എന്ന പദവി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന മതതീവ്രവാദ സംഘടനകൾ അഭയാർത്ഥികളുടെ വികാരത്തെ ഇളക്കിവിട്ടിട്ട് അവർ ചെന്നുകയറുന്ന ക്രൈസ്തവ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും നിയമസംഹിതകളെയും വെല്ലുവിളിക്കുകയും അവർക്ക് മാത്രമായി നിയമങ്ങൾ സൃഷ്ടിക്കാൻ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ആക്രമണങ്ങളും കലാപങ്ങളും അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ പല പ്രമുഖ ഇസ്ലാമിക രാജ്യങ്ങളും ഒരു പ്രതിസന്ധിയുമില്ലാതെ നന്നായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം തൗഹീദി പറഞ്ഞതുപോലെ ഇത്തരം മതമൗലികവാദികളെ അവർ തന്ത്രപരമായി അകറ്റി നിർത്തിയിരിക്കുകയാണ്. ആ നയം എല്ലാ രാജ്യങ്ങളും അടിയന്തരമായി നടപ്പിലാക്കിയാൽ ആ രാജ്യങ്ങളും ലോകവും രക്ഷപ്പെടും എന്ന് ഉറപ്പാണ്.